നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും സുഖപ്പെടുത്താനുള്ള ഒരു സീക്രട്ട് ടൂളുമായാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അത് മരുന്നോ തെറാപ്പിയോ ഒന്നുമല്ല. ദാറ്റ് ഈസ് സെൽഫ് ലവ്. സെൽഫ് ലവ് എന്നത് യഥാർത്ഥ ഹീലിംഗിന്റെ ഫൗണ്ടേഷനാണ്, അടിസ്ഥാനമാണ്. മിക്കവാറും ആളുകൾ രാവിലെ ഉണരുന്നത് തന്നെ ഒരു നെഗറ്റീവായ മൂഡിലായിരിക്കും. കഴിഞ്ഞുപോയ നാളുകളിൽ ചെയ്ത തെറ്റുകളെക്കുറിച്ച് ഓർത്തും കുറ്റബോധത്തിലും സെൽഫ് ഡൗട്ടിലും മറ്റും. പഠനങ്ങൾ കാണിക്കുന്നത് സെൽഫ് ക്രിറ്റിസിസം, സ്വയം കുറ്റപ്പെടുത്തുന്ന സ്വഭാവം ശാരീരിക രോഗങ്ങൾക്ക് വരെ കാരണമാകുമെന്നാണ്. അത് സ്ട്രെസ് ഹോർമോൺസ് ശരീരത്തിൽ റിലീസ് ചെയ്യപ്പെടുവാനും രോഗപ്രതിരോധ സംവിധാനത്തെ, ഇമ്മ്യൂൺ സിസ്റ്റത്തെ തളർത്തുവാനും നമ്മുടെ ഊർജം ചോർന്നു പോകുവാനും കാരണമാകുന്നു. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. നമ്മുടെ ശരീരം വെൽബീങ്ങിന് കാരണമായ ഡോപ്പമിനും ഓക്സിറ്റോസിനും സെറോട്ടോണിനും റിലീസ് ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ സന്തോഷവും ആരോഗ്യവും ലൈറ്റ് ഫീലിംഗും അനുഭവപ്പെടുന്നു. സെൽഫ് ലവ് എങ്ങനെ മനസ്സിന്റെയും ശരീരത്തിന്റെയും വെൽബീങ്ങിനെ സഹായിക്കുന്നുവെന്ന് നോക്കാം. ആദ്യമായി മെന്റൽ വെൽബീയിങ്. 1. സെൽഫ് ലവ് റെഡ്യൂസസ് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി. നമ്മൾ സ്വയം സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ കരുണയോടെയും സഹാനുഭൂതിയോടെയും കാണാൻ തുടങ്ങുന്നു. ഇത് സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് കുറയ്ക്കുവാനും ഹാപ്പിനെസ് ഹോർമോൺസായ ഡോപ്പമിനും സെറോട്ടോണിനും മറ്റും റിലീസാകുവാനും കാരണമാകുന്നു. അതുകൊണ്ട് തെറ്റുകൾ സംഭവിക്കുമ്പോൾ നമുക്ക് സ്വയം പറയാം, ഇറ്റ്സ് ഓക്കെ, ഐ എം ലേണിംഗ്, ഞാൻ പഠിക്കുകയാണ് എന്നെല്ലാം. 2. സെൽഫ് ലവ് ഹെൽപ്സ് ബ്രേക്ക് നെഗറ്റീവ് തോട്ട് പാറ്റേൺസ്. പല ആളുകളും ഓവർ തിങ്കിങ് ഉള്ളവരും സ്വയം കുറ്റപ്പെടുത്തുന്നവരുമാണ്. ഇത് ആകുലതയ്ക്കും ലോ സെൽഫ് എസ്റ്റീമിനും കാരണമാകും. സെൽഫ് ലവ് നമ്മെ നമ്മുടെ ചിന്തകളെക്കുറിച്ച് കൂടുതൽ മൈൻഡ്ഫുൾ ആകുവാനും സ്വയം സംശയിക്കുന്നതിനു പകരം സ്വയം പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. 3. സെൽഫ് ലവ് ഇംപ്രൂവ്സ് ഇമോഷണൽ റെസിലിയൻസ്. ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാകും പ്രതിസന്ധികൾ. എന്നാൽ സ്വയം സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് അവ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു. പ്രതിസന്ധികളുടെ സമയത്ത് നിസ്സഹായരായി സ്വയം കുറ്റപ്പെടുത്തുന്നതിന് പകരം സ്വയം സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു. 4. സെൽഫ് ലവ് ബൂസ്റ്റ്സ് സെൽഫ് വർത്ത് ആൻഡ് കോൺഫിഡൻസ്. സെൽഫ് ലവ് ഉള്ള വ്യക്തികൾ പുറമേയുള്ള അംഗീകാരത്തിനായി അന്വേഷിക്കുന്നില്ല. തങ്ങളുടെ മൂല്യം വിജയങ്ങൾക്കും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും അതീതമാണെന്ന് അവർ തിരിച്ചറിയുന്നു. 5. സെൽഫ് ലവ് എൻകറേജസ് ഹെൽത്തി കോപ്പിംഗ് മെക്കാനിസംസ്. പല ആളുകളും വൈകാരികമായി തളർന്നിരിക്കുമ്പോൾ, ഇമോഷണലി ഡൗൺ ആകുമ്പോൾ അമിതമായി ആഹാരം കഴിക്കുന്നതിലും മദ്യപാനത്തിലും സോഷ്യൽ മീഡിയയിലും മറ്റും സമയം ചിലവഴിക്കുമ്പോൾ സെൽഫ് ലവ് ഉള്ള വ്യക്തി അതിൽ നിന്നും വ്യത്യസ്തമായി പ്രകൃതിയിൽ അല്പസമയം ചിലവഴിക്കുന്നതിലും ശ്വസനത്തിലും മെഡിറ്റേഷനിലും മറ്റും മുഴുകുന്നതിനും സമയം കണ്ടെത്തുന്നു. 6. സെൽഫ് ലവ് എൻഹാൻസസ് റിലേഷൻഷിപ്സ്. സെൽഫ് ലവ് ഉള്ള വ്യക്തികൾക്ക് സ്വന്തം ബൗണ്ടറീസിനെ റെസ്പെക്ട് ചെയ്യുന്ന ആളുകളുമായി ബന്ധം സ്ഥാപിക്കുവാൻ സാധിക്കുന്നു. കൂടാതെ സ്വയം അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവരിലേക്കും ഈ പരിഗണന വളരുവാനും അവരെ സഹായിക്കുവാനും മനസ്സിലാക്കുവാനും ഇവർക്ക് കഴിയുന്നു. ഇനി സെൽഫ് ലവിലൂടെ നേടാവുന്ന ചില ശാരീരികമായ നേട്ടങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. 1. മുൻപ് സൂചിപ്പിച്ച പോലെ സെൽഫ് ലവ് ആങ്സൈറ്റി കുറയ്ക്കുവാൻ സഹായിക്കുന്നതിനാൽ അത് ഹൃദയപരമായ രോഗങ്ങളുടെയും ഹൈ ബിപിയുടെയും റിസ്ക് കുറയ്ക്കുന്നു. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് സ്ട്രോങ്ങർ ഇമ്മ്യൂണിറ്റി, ശക്തമായ രോഗപ്രതിരോധ സംവിധാനം ഉള്ളതിനാൽ രോഗങ്ങൾ കുറവായിരിക്കുകയും രോഗങ്ങൾ വന്നാൽ തന്നെ പെട്ടെന്ന് സുഖം പ്രാപിക്കുവാനും സാധിക്കുന്നു. ഇവർ സർജറികളിൽ നിന്നും ശാരീരിക മുറിവുകളിൽ നിന്നും പെട്ടെന്ന് റിക്കവർ ആകുന്നു. വേദനകൾ അവർക്ക് കുറവ് അനുഭവപ്പെടുന്നു. സ്വയം പരിഗണിക്കുന്ന വ്യക്തികൾ പോഷകസമ്പന്നമായ ആഹാരം തിരഞ്ഞെടുക്കുകയും ആരോഗ്യകരമായ ശീലങ്ങൾ വളർത്തിയെടുക്കുകയും ചെയ്യുന്നു. കൂടാതെ ഇവർ മികച്ച ഉറക്കമുള്ളവരുമായിരിക്കും. ഇത്രയധികം ഗുണകരമായ സെൽഫ് ലവ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശീലിക്കുന്നത് വളരെ സഹായകരമായിരിക്കും. ഇതിനായുള്ള ചില പ്രാക്ടിക്കലായ വഴികൾ താഴെ ചേർക്കുന്നു. 1. റീപ്രോഗ്രാം യുവർ സെൽഫ് ടോക്ക്. നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന കാര്യങ്ങളിൽ മാറ്റം കൊണ്ടുവരുന്നത്. ഇതിനായി നമ്മൾ ഓരോ തവണയും നമ്മളെക്കുറിച്ച് നെഗറ്റീവായ കാര്യങ്ങൾ പറയുന്നതായി കണ്ടെത്തുമ്പോൾ
ഉടനെ അത് സ്റ്റോപ്പ് ചെയ്ത് കൂടുതൽ സഹാനുഭൂതിയോടെ സ്വയം സംസാരിക്കാം. ഉദാഹരണമായി, ഞാൻ അത്ര കഴിവുള്ള വ്യക്തിയല്ല എന്ന് സ്വയം പറയുന്നതായി ഒരാൾ കണ്ടെത്തിയാൽ ഉടനെ അത് മാറ്റി ഞാൻ ദിവസവും പഠിക്കുകയും വളരുകയും ചെയ്യുകയാണെന്ന് പറയാം. 2. സെൽഫ് ലവ് റിച്വൽസ്. രാവിലെ ഉണരുമ്പോൾ തന്നെ സ്വയം പറയാം, ഞാൻ സ്നേഹത്തിനും സഹാനുഭൂതിക്കും യോഗ്യനായ അല്ലെങ്കിൽ യോഗ്യയായ ഒരു വ്യക്തിയാണ്. സഹാനുഭൂതിയും സ്നേഹവും സ്വയം നൽകുന്ന വാക്യങ്ങൾ ആവർത്തിച്ചുകൊണ്ട് കുറച്ചു മിനിറ്റുകളെടുത്ത് EFT ടാപ്പിംഗ് ചെയ്യാം. EFT ടാപ്പിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. മറ്റൊന്നാണ് 3 ബ്രെത്ത് റിലാക്സേഷൻ ടെക്നിക്. ഇത് ഇങ്ങനെ ചെയ്യാം. ഇതിൽ ആദ്യത്തെ ശ്വാസം എടുക്കുമ്പോൾ 4 സെക്കൻഡോളം ശ്വാസം അകത്തേക്ക് എടുക്കാം. അതിനുശേഷം 6 സെക്കൻഡോളം ശ്വാസം പുറത്തേക്ക് വായയിലൂടെ കളഞ്ഞുകൊണ്ട് സ്വയം പറയാം, ഞാൻ എല്ലാ നെഗറ്റിവിറ്റിയും റിലീസ് ചെയ്യുന്നു. രണ്ടാമത്തെ ശ്വാസം എടുക്കുമ്പോൾ സ്വർണ്ണ നിറത്തിലുള്ള വെളിച്ചം ഹൃദയത്തിൽ നിറയുന്നതായി സങ്കല്പിക്കാം. ശ്വാസം പുറത്തേക്ക് കളയുമ്പോൾ ഈ സ്നേഹം ശരീരം മുഴുവനും പടരുന്നതായി സങ്കല്പിക്കാം. മനസ്സിൽ പറയാം, ഞാൻ സ്നേഹം കൊണ്ട് നിറഞ്ഞ് ഒഴുകുകയാണ്. മൂന്നാമത്തെ ശ്വാസം എടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ നന്ദി പ്രകാശിപ്പിക്കാം. അതിനുശേഷം ശ്വാസം പുറത്തേക്ക് കളയുമ്പോൾ ചെറുപുഞ്ചിരിയോടെ നിങ്ങളെ തന്നെ പൂർണ്ണമായും പുണർന്നുകൊണ്ട് സ്വയം പറയാം, ഞാൻ എന്നെ തന്നെ പൂർണ്ണമായും സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. 3. സെറ്റിംഗ് ബൗണ്ടറീസ് ആൻഡ് സേയിങ് നോ. നിങ്ങളെ തന്നെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഊർജം ചോർത്തിക്കളയുന്ന കാര്യങ്ങളിൽ നിന്നും പിൻവാങ്ങേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഭാരമുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് പിന്മാറാനും കൃത്യമായ ബൗണ്ടറീസ് അതിരുകൾ സെറ്റ് ചെയ്യുവാനും ശ്രദ്ധിക്കേണ്ടതാണ്. നോ പറയേണ്ടടുത്ത് നോ പറയാൻ പഠിക്കുക. 4. ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് മിറർ വർക്ക്. കിടക്കാൻ പോകുന്നതിന് മുൻപ് കണ്ണാടിയുടെ മുൻപിൽ നിന്നുകൊണ്ട് സ്വയം സഹാനുഭൂതിയോടെ സംസാരിക്കുന്നതും ജീവിതത്തിൽ നന്ദി ഉളവാക്കുന്ന കാര്യങ്ങൾ ഓർത്തെടുക്കുന്നതും നല്ലൊരു പ്രാക്ടീസാണ്. സെൽഫ് ലവ് എന്നത് സെൽഫിഷ് അല്ല. നിങ്ങളെ തന്നെ ഹീൽ ചെയ്യുവാൻ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും മികച്ച കാര്യമാണിത്. ഇത് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ജീവിതം നയിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. സെൽഫ് ലവും നാർസിസ്റ്റിക് ലവും രണ്ടാണ്. സെൽഫ് ലവിൽ നമ്മൾ നമ്മളോട് തന്നെ ആദരവോടെ പെരുമാറുകയും അങ്ങനെ നമ്മുടെ ബെസ്റ്റ് സെൽഫിനെ മറ്റുള്ളവരുടെ മുൻപിൽ പ്രകടമാക്കുമ്പോൾ, നാർസിസ്റ്റിക് ലവിൽ ഈഗോയും ഇൻസെക്യൂരിറ്റിയും മറ്റുള്ളവരുടെ പ്രശംസ കിട്ടണമെന്ന ചിന്തയും ഉയർന്നു നിൽക്കുന്നു. ശരിയായ സെൽഫ് ലവ് മറ്റുള്ളവരെ കൂടുതൽ സ്നേഹത്തോടെയും സഹാനുഭൂതിയോടെയും കാണുവാനും മറ്റുള്ളവർക്ക് സേവനം ചെയ്യുവാനും നമ്മെ പ്രാപ്തരാക്കുന്നു.